അടുത്തതായിട്ട് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി KSSൻ്റെ രക്ഷാധികാരിയായ ജോയി പുലാനപ്പള്ളിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായ പ്രസിഡന്റ് ബിജു വാണിയമ്പുരയ്ക്കൽ, ശ്രീ ബേബി സാർ, പ്രാൽ സാർ, എബ്രഹാം നെടുവത്ര, തോമസ് കുട്ടി സാർ, വേദിയിലുള്ള പ്രമുഖ നേതാക്കളെ, പ്രിയ ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, എന്നെ ഈ പ്രസംഗത്തിൽ നിന്ന് ഒരു ആശംസയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ 2 വാക്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കാരണം സമയം നീണ്ടുപോകുന്നതുകൊണ്ടാണ്. എനിക്ക് പറയാനുള്ളത്, ഇതിനു മുമ്പ് പറഞ്ഞവരെല്ലാം തന്നെ പല കാര്യങ്ങളും ഈ KSSനെ പറ്റിയും സമുദായത്തിൻ്റെ ഉദ്ദേശത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാനിനി ആവർത്തിക്കുവാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ, ഞാൻ എന്തുകൊണ്ട് ഈ KSSൽ സപ്പോർട്ട് ചെയ്തു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമുദായം സഭാ നേതൃത്വങ്ങൾ സംരക്ഷിക്കുന്നില്ല. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള രീതിക്ക് KCC ഇതിന് അൽമായരുടെ സംഘടനയായതിനെ ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മളുടെ സമുദായം സംരക്ഷിക്കണമെങ്കിൽ നമുക്കൊരു പുതിയ സംഘടന ഉണ്ടാക്കണമെന്ന് ബേബി സാറും ഇബ്രാഹിം നെടുവത്തരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിനോട് യോജിക്കുകയായിരുന്നു. കാരണം ഞാനൊരു ജ്ഞാനായക്കാരനാണ്. ഞാനൊരു ജ്ഞാനായക്കാരനായി ജനിച്ചു, ജ്ഞാനായക്കാരനായി മരിക്കുവാനും ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ സിനിമ നിർമ്മാതാവും സിനിമാ ഫീൽഡിലുള്ള ആളൊക്കെയാണെന്ന് അറിയാമല്ലോ. പല സാഹചര്യങ്ങളിലും നമുക്ക് വഴിതെറ്റിപ്പോകാവുന്ന ഒരു അവസരങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു ജ്ഞാനായക്കാരനായതുകൊണ്ട്, ആ ജ്ഞാനായത്തിൽ ഉറച്ചു നിന്ന് നമ്മൾ ജീവിതം മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ജ്ഞാനായക്കാരനായി നിൽക്കുവാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രലോഭങ്ങൾക്ക് വളർന്ന് വേറെ സമുദായത്തിലേക്ക് പോകേണ്ടി വരുമായിരുന്നു. അതിന് കാരണം ഞാൻ പറയുന്നത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. എൻ്റെ ഗ്രാൻഡ് മദറാണെന്ന് എൻ്റെ അമ്മയെ ഞങ്ങൾ വിളിക്കുന്നത് അമ്മാമ്മയെന്നായിരുന്നു. കാരണം ഫാദറിൻ്റെ ജ്യേഷ്ഠ മക്കളൊക്കെ അമ്മാമ്മയെന്ന് വിളിക്കുന്നതുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് മദറിനെ അമ്മയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ അമ്മ എപ്പോഴും എവിടെ പോകുമ്പോഴും ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ മഹിമ, നമ്മൾ ആരാണ്, നമ്മൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാണ്, കോട്ടയം ഡയസസ് കിട്ടിയത് എങ്ങനെയാണ്, മാക്കിപ്പിതാവ് നമുക്ക് മേടിച്ചു തന്നതാണ്, ചുക്കുംപാവർക്കായിട്ട് മേടിച്ചു തന്നതാണ്. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ ജ്ഞാനായ സമുദായത്തിൽ നിൽക്കണം, നമ്മൾ ജ്ഞാനായക്കാരനെ ജീവിക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് അതെൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് പലപ്പോഴും പല പ്രലോഭനങ്ങളും വരുമ്പോൾ ആ ജ്ഞാനായക്കാരനായിട്ട് ജീവിക്കണമല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസവും അതിൻ്റെ ഒരു ദൃഢവിശ്വാസം കൊണ്ടാണ് ഞാനിന്ന് ജ്ഞാനായക്കാരനെ നയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ സഭാ കാര്യങ്ങൾ സഭാ നേതൃത്വം ചെയ്യട്ടെ, സഭയല്ല സഭ അവർ ചെയ്യട്ടെ. സമുദായ കാര്യങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുത്ത് ഇതുപോലെയുള്ള നമ്മളുടെ വരും തലമുറയോട് പറഞ്ഞ് അല്ലെങ്കിൽ അപ്പനമ്മമാർ മക്കളെ പറഞ്ഞു കൊടുക്കുക, കൊച്ചുമക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് കഥകളും കാര്യങ്ങളുമൊക്കെ വല്യപ്പന്മാർ പറയുമ്പോൾ അല്ലെങ്കിൽ വല്യമ്മമാർ പറയുമ്പോഴത്തേക്കിനും അത് കൂടുതൽ ആഴത്തിൽ അവരുടെ മനസ്സിലേക്ക് ചെല്ലും. അങ്ങനെ നമ്മൾ ഈ സമുദായം സംരക്ഷിപ്പിച്ച് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ KSSനെ നമ്മൾ വളർത്തിയെടുക്കണം. KSS ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ KCCക്ക് സമുദായം വില കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് നമുക്ക് പ്രതിമകൾ, നമ്മുടെ കായിത്തമ്മൻ്റെ പ്രതിമയൊക്കെ വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളും നമ്മൾ ചെറുത്ത് നിൽക്കുന്നതുകൊണ്ട് രൂപതാ നേതൃത്വത്തിൻ്റെ പല കാര്യങ്ങളും അവർക്ക് ശരിക്കും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ KSS നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ട് KSSനെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഒരു 10 പേരെയെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് ഈ സംഘടന വലുതാക്കി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഈ സംഘാടകർക്കെല്ലാം തന്നെ എൻ്റെ ആശംസ അറിയിച്ചുകൊണ്ട് നന്ദി ഓർക്കുന്നു.